അപ്പോൾ എനിക്ക് തയ്യക്കടയിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ മോന് മാമ്പഴ പുളിശ്ശേരിയും കഞ്ഞിയിൽ മാമ്പഴ പുളിശ്ശേരി മിക്സ് ചെയ്തത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് ഒരു രാവിലത്തേക്ക് സ്പൂണും ഗ്ലാസ്സൊക്കെ എടുക്കണം. ഇത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും കഴിക്കാനുള്ളത്. തോരൻ, കാബേജ് തോരനും പരിപ്പ് റോസ്റ്റും. ഈ ഒരു കറി എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പം വയ്ക്കാൻ പറ്റുന്ന നല്ല കിടുക്കാച്ചി കറിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പക്ഷെ ചോറിൻ്റെ കൂടെയും ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതൊരിക്കൽ ഞാൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നത്. ഇത്ര വെള്ളത്തിലാണോ കുളിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല, ഇത് നന്നായിട്ട് തിളയ്ക്കും. എന്നിട്ട് കുത്തുപൊണിയിൽ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഒരു മീഡിയം തണുപ്പാക്കും. എന്നിട്ട് അതിലേക്ക് കുളിക്കാൻ പറ്റും. പച്ചവെള്ളം ദേഹത്ത് തട്ടുമ്പോൾ വേദന എടുക്കും, ശരീരം വേദന എടുക്കും. അപ്പോൾ ആദ്യം ഇദ്ദേഹം അങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, അങ്ങനെ ഒരു വേദനയുണ്ടോ? പക്ഷെ അത് പിന്നീട് എനിക്ക് തോന്നുന്നു വയസ്സാകും തോറും നമ്മൾ മനുഷ്യരിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. എനിക്കും ചില സമയത്ത് തണുപ്പുള്ള സമയത്തൊക്കെ വെള്ളം ദേഹത്ത് വീഴുമ്പോൾ ഭയങ്കര വേദന എടുക്കും കേട്ടോ. ഇനി എൻ്റെ മക്കൾക്ക് ഫുഡ് ഇവിടെ പാത്രങ്ങൾ ഇവിടെ സെറ്റാക്കണം. പക്ഷേ ഇതുവരെ ഒരാൾ മാത്രമാണ് പാത്രം കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇതിനി രാത്രിത്തേക്ക് നമുക്ക് ദോശയ്ക്ക് അരി ഞാൻ വെള്ളത്തിലിട്ട് ഇതിനിപ്പോൾ അരച്ച് പഴയ മാവും കൂടി മിക്സാക്കി അരച്ച് ഇവിടെ വെക്കണം. അപ്പം നമ്മൾ വരുമ്പോൾ നല്ല പൊന്തും. അത് രാത്രിത്തേക്ക് ദോശയും. അപ്പം അതാണ് ഇന്നത്തെ വിശേഷം. ഇനി ഞാൻ അവിടെ പോയതിന് ശേഷം ചിലപ്പോൾ ഇനി വീഡിയോ ഇടാൻ പറ്റുമോ ഒന്നും എനിക്കറിഞ്ഞൂടാ. എന്നാലും ഞാൻ വന്നിട്ട് വീഡിയോ ഇടും കേട്ടോ.